നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ യൂറോപ്പിലെ സീസൺ ഇന്ന് ആരംഭിക്കുകയാണ്. യുവേഫ സൂപ്പർ കപ്പ് ഇന്ന് നടക്കുന്നു. ആസ്റ്റൺ വില്ലയും PSG തമ്മിൽ ഇന്നെന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 12:30 സാൽസ്ബർഗിലാണ് ഈ കളി നടക്കുന്നത്. സ്റ്റേഡിയം സാൽസ്ബർഗിൽ ഈ മത്സരം നടക്കുമ്പോൾ ഈ സീസണിലെ ആദ്യ കിരീടം ആര് സ്വന്തമാക്കുമെന്നുള്ളതാണ് ആരാധകരെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത്. തീർച്ചയായിട്ടും സംശയമില്ല, നിലവിലെ ചാമ്പ്യന്മാർ, സൂപ്പർ കപ്പിലും നിലവിലെ ചാമ്പ്യന്മാർ അത് PSG തന്നെയാണ്. അതവർ ആവർത്തിക്കുമോ എന്നറിയാനാണ് അധികം പേരും ഉറ്റുനോക്കുന്നത്. സാധ്യത കൂടുതൽ അവർക്ക് തന്നെയാണ് കൽപ്പിക്കപ്പെടുന്നത്. പക്ഷേ ആസ്റ്റൺ വില്ല ഒരു കിടിലൻ പോരാട്ടം നടത്തും എന്ന് തന്നെ വേണം കരുതാൻ. കാരണം ഇതിനു മുമ്പ് ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരത്തിൽ വല്ലാത്തൊരു പോരാട്ടമാണ് 2024-25 യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ആ ഒരു ക്വാർട്ടർ ഫൈനലിൽ ഉണ്ടായിരുന്നത്. അന്ന് 5-4 ഒടുവിൽ PSG രക്ഷപ്പെട്ടു പോയത്. ആദ്യപാദം 5-1 പുറകിൽ നിന്ന് ആസ്റ്റൺ വില്ല അതിശക്തമായിട്ട് തിരിച്ചടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ വില്ലയുടെ ഭാഗത്തു നിന്ന് ഉനായി എമറിയെ പോലൊരു കോച്ച് പരിശീലിപ്പിക്കുന്ന ടീമിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ആയുധം വെച്ചുള്ള കീഴടങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. കടുത്ത പോരാട്ടം അവർ നടത്തും. ലൂയിസ് എൻട്രിക്കയെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരു കിരീടം അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഏതായാലും ഇതിനു മുമ്പ് ഇപ്പം കഴിഞ്ഞ സീസണിൽ കിരീടം യുവേഫ സൂപ്പർ കപ്പിലും നേടിയിട്ടുണ്ടായിരുന്നല്ലോ PSG. അതവർ ആവർത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. സോ റയൽ മാഡ്രിഡ് 2016-ലും 2017-ലുമായിട്ട് ബാക്ക് ടു ബാക്ക് യുവേഫ സൂപ്പർ കപ്പ് കിരീടങ്ങൾ ചൂടിയിട്ടുണ്ട്. അതിനുശേഷം ആദ്യമായിട്ട് ആ ഒരു നേട്ടത്തിലേക്ക് അതിനൊപ്പം എത്താനുള്ള ശ്രമത്തിലാണ് ലൂയിസ് എൻട്രിക്കയുടെ ടീമെങ്കിലും മറുഭാഗത്ത് യുവേഫ സൂപ്പർ കപ്പ് ഇതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ അന്ന് സൂപ്പർ കപ്പ് ഇതിനു മുമ്പ് നേടിയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ രൂപത്തിലുള്ള ചാമ്പ്യൻസ് ലീഗോ യൂറോപ്പ ലീഗോ എന്നൊക്കെ വരുന്നതിന് മുമ്പാണ് 1982-83 ഒരേ ഒരു വട്ടം ആസ്റ്റൺ വില്ല സൂപ്പർ കപ്പിൽ മുത്തമിട്ടിട്ടുള്ളത്. അന്ന് ബാഴ്സലോണയെ അഗ്രിഗേറ്റ് 3-1 അവർ പരാജയപ്പെടുത്തുകയായിരുന്നു. ഏതായാലും വില്ലയ്ക്കും താല്പര്യം കിരീടം ചൂടിക്കൊണ്ട് തന്നെ തുടങ്ങാനാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പല പ്രധാന താരങ്ങളും മിസ്സിങ് ആയിരിക്കും. അതിൻ്റെ കാരണം ഇപ്പം വിശ്രമം കൊടുത്തവരുണ്ട്. അത് ഒരു കാരണമാണ്. വാറ്റ്കിൻസ് ഉണ്ടാവില്ല, കൊൻസെ ഉണ്ടാവില്ല, അതുപോലെ തന്നെ എമി മാർട്ടിനസ് ഉണ്ടാവില്ല, ഒനാന, മൻസംബി, ബെയ്ലി തുടങ്ങിയവരുണ്ടാവില്ല. അപ്പം എമിയുടെ അഭാവത്തിൽ ബിസോട്ട് കളിക്കും ഗോൾ കീപ്പറായിട്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബിസോട്ടും ക്യാഷും ലിൻഡലോഫും പാവ് ടോറസും അതുപോലെ മാറ്റ്സനും ജാവോ ഗോമസും കമാഡയും മക്കിനും ബൂണ്ടിയയും ഗർനാച്ചോയും അബ്രഹാമും അവർക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെയാണ് യുവേഫയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നൽകുന്ന സൂചന. ഗർനാച്ചോ ഇപ്പോൾ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫറായി വന്നതാണ്. അദ്ദേഹത്തിന് ചെറിയ ഫിറ്റ്നസ് ഇഷ്യൂസ് ഉണ്ട്, ഡൗട്ട്ഫുൾ ആണ് എന്ന് പറയുന്നു. ബട്ട് സ്റ്റിൽ കളിക്കാനുള്ള സാധ്യത തന്നെയാണ് കൂടുതൽ കാണുന്നത്. പാരീസ് സെൻ ജെർമൻ്റെ ഭാഗത്തും ഈ പറഞ്ഞ പോലെ ചില താരങ്ങളില്ല എന്ന് പറയുമ്പോൾ ഒസ്മാൻ ഡംബലെ ഉണ്ടാവില്ല. ബർക്കോൾ ഏതായാലും ട്രാൻസ്ഫറായിട്ട് നിൽക്കുന്നത് കൊണ്ട് അദ്ദേഹം കളിക്കില്ല. ഡിസേർഡു, ഫാബിയൻ റൂയിസ് ഇങ്ങനെയുള്ളവരൊക്കെ ഫൈനലൊക്കെ കളിച്ചാണ്, വേൾഡ് കപ്പിൻ്റെ ഫൈനലൊക്കെ കളിച്ചത് കൊണ്ട് തന്നെ അവർക്ക് ഇനിയും ഓഫ് ലഭിക്കും എന്നുള്ളതുണ്ട്. പിന്നെ ലൂക്കാസ് എർണാണ്ടസ്, വാറൻ സെയറെമറി ഇങ്ങനെയുള്ള താരങ്ങൾ, ഹക്കീമിയും കളിച്ചേക്കില്ല എന്നാണ് വിവരം. അങ്ങനെയെങ്കിൽ അവരുടെ ഒരു സ്റ്റാർട്ടിംഗ് 11 പറയുന്നത് സഫോനോവും അതുപോലെ സബ്രാനി, മാർക്കിന്യോസ് ഉണ്ട്. മാർക്കിന്യോസ് തിരികെ എത്തിയിട്ടുണ്ട്. വില്യം പാച്ചോ, ന്യൂനോ മെൻഡസ്, ജാവോ നവസ്, വിറ്റീഞ്ഞ, ദ്രോ, അതുപോലെ എംബായെ, മയൂലു, കിച്ചാക്കാഡസ്കേലിയ എന്നിവരൊക്കെയാണ് നമ്മൾ അവരുടെ ഒരു നിരയിൽ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും രണ്ട് ടീമിലും ചില റീഇൻഫോഴ്സ്മെൻറ്റുകൾ നടന്നിട്ടുണ്ട്. അവർ ഏത് രൂപത്തിൽ പ്രകടനം നടത്തുന്നതാണ് കാണേണ്ടത്. അപ്പം പാരീസ് സെൻ ജെർമൻ മാഗ്നസ് അക്ലൂഷിനെ ടീമിലേക്ക് എത്തിച്ചത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ടാലൻറ്റഡ് യങ്സ്റ്റർ സെനി മയൂലുവിന് മികച്ചൊരു പ്രകടനം നടത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ കിച്ചാക്കാഡസ്കേലിയുടെ കാര്യം നമുക്കറിയാലോ, കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെയൊക്കെ നഷ്ടമാണ് അദ്ദേഹം. അത്രയും മിന്നം ഫോമിലാണ് പോയ സീസണിൽ കളിച്ചിരുന്നത്. അത് അദ്ദേഹം വീണ്ടും നടത്തും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം ആസ്റ്റൺ വില്ലയും ഒരുപാട് ന്യൂ സൈനിങ് ഒക്കെ നടത്തിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ എക്സൈറ്റിംഗ് സെൻറ്റർ ബാക്ക് മോരു കെബ സിസയെ അവർ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. അത് ഓസ്ട്രിയൻ ടീമായിട്ടുള്ള LASKയിൽ നിന്നാണ് ടീമിലേക്ക് എത്തി. മിഡ്ഫീൽഡർ ജാവോ ഗോമസ് സ്ക്വാഡിലുണ്ട്. അതുപോലെ തന്നെ അലയാൻഡ്രോ ഗർനാച്ചോ ചെൽസിയിൽ നിന്ന് എത്തിയിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മാറ്റങ്ങളോടെ തന്നെയാണ് ഈ സീസണിന് രണ്ട് ടീമുകളും ഒരുങ്ങുന്നത്. വളരെ കൃത്യമായിട്ട് ലൂയിസ് എൻട്രിക്ക പറയുന്നുണ്ട്, വി ആർ ഹാപ്പി ടു ബി ഹിയർ. കാരണം
ഇത് കൃത്യമായിട്ട് കാണിക്കുന്നത് പോയ സീസണിൽ ഞങ്ങളുടെ ജോബ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതല്ലേ. ചാമ്പ്യൻസ് ലീഗ് ജയിച്ചുകൊണ്ടാണല്ലോ സൂപ്പർ കപ്പിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. ഈ ഒരു ലെവലിൽ തന്നെ ഞങ്ങൾ തുടരുന്നു എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ബട്ട് വി ആർ എക്സൈറ്റഡ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ലെവലിൽ മുന്നോട്ട് പോകുക. ഇത് സീസൺ ഇപ്പോൾ തുടങ്ങുന്നേ ഉള്ളൂ. സീസണിൻ്റെ അവസാനത്തിലും ആ ബെസ്റ്റായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. ഇവിടെ പുതിയ സീസൺ ആരംഭിക്കുന്നു. ഞങ്ങളുടെ എയിം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും, വീണ്ടും കിരീടങ്ങൾ, അത് തന്നെയാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ ഉനായി എമറി, വില്ലയുടെ കോച്ച്, പറയുന്നു വി ആർ ട്രൈങ് ടു ബി സക്സസ്ഫുൾ ത്രൂ ഫസ്റ്റ്ലി ബിൽഡിങ് എ വിന്നിങ് ടീം ആൻഡ് ദെൻ എയിമിങ് ഫോർ ദി പോസിറ്റീവ് കോൺസിക്വൻസസ് ആഫ്റ്റർ ഇറ്റ് വിന്നിങ് ട്രോഫീസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ടീമിനെ നന്നായിട്ട് ബിൽഡ് ചെയ്യുക, പിന്നെ കിരീടത്തിലേക്ക് പോകുക, അതാണ് ലക്ഷ്യം. ഇപ്പോൾ യുവേഫ സൂപ്പർ കപ്പിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മറ്റൊരു ഓപ്പർച്യൂണിറ്റിയാണ് കിരീടത്തിലേക്കുള്ള. ദി ഓപ്പർച്യൂണിറ്റി ടു വിൻ എ ട്രോഫി, ടു പ്ലേ അഗെയിൻസ്റ്റ് പാരീസ് സെന്റ് ജർമ്മൻ, ദി ബെസ്റ്റ് ടീം ഇൻ ദി വേൾഡ് നൗ ആൻഡ് അനദർ ടീം വി ക്യാൻ കമ്പയർ അവർ സെൽഫ് വിത്ത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും അദ്ദേഹത്തിന് അറിയാം PSG പോലെയല്ല തങ്ങളെന്നുള്ളത്. ഒരു തരത്തിൽ പറഞ്ഞ ഒരു അണ്ടർഡോഗ്സ് എന്ന രൂപത്തിൽ തന്നെയാണ് ആസ്റ്റൺ വില്ല ആരംഭിക്കുക. പക്ഷേ ഏത് തരത്തിലുള്ള പോരാട്ടവീര്യം അവർ പുറത്തെടുത്തേക്കാം. അങ്ങനെയെങ്കിൽ യുവേഫ സൂപ്പർ കപ്പിലെ ഈ പോരാട്ടം കിടിലൻ പോരാട്ടമായേക്കും എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ സീസണിന് ഒരു സൂപ്പർ തുടക്കം ലഭിക്കാനുള്ള സാധ്യതയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് വീഡിയോ എത്താം.